അതാണ് എൻ്റെയും നിങ്ങളുടെയും ഉദ്ദേശം. പക്ഷെ കർത്താവ് പറയുന്നത് എന്താ? പുറപ്പാട് 33:11 സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചു. അപ്പൊ കർത്താവ് മോശയോട് സംസാരിക്കുന്നത് എന്തെന്നാ? നീ ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടി വരണം. അപ്പൊ മോശ കർത്താവിനോട് എന്താ പറയണേ? എനിക്കൊരു കഴിവില്ല, ഞാൻ ഒരു വിക്കനാ, ഞാൻ ഈ ആടിനെ നോക്കി ഇവിടെ കിടന്ന് നടക്കണ എന്നെ എന്തിനാ വിളിക്കണേന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് മോശയോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ജനിക്കുമ്പോ നിന്നെ കൊല്ലാണ്ടിരിക്കാൻ നിന്റെ അമ്മയെ കൊണ്ട് നിന്റെ വായ പൊത്തിപ്പിടിപ്പിച്ചത് ഞാനാണ്. അങ്ങനെ നീ വിക്കനായ, അല്ലാണ്ട് നീ അങ്ങനെ വെറുതെ വിക്കനായതല്ല. നിന്നെ 80ാമത്തെ വയസ്സിൽ വിളിക്കാൻ അന്നു മുതൽ ഞാൻ കരുതി വച്ചിട്ടുണ്ട്. അപ്പൊ നിന്നെ സംസാരിക്കാണ്ടാക്കണത് എന്തിനാ? ഞാൻ നിന്നിൽ ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ നീ നല്ലോണം സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാൻ വേറൊരാളെ ഞാൻ നിനക്ക് കൂടെ തരും. അപ്പൊ എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നിയൊരു ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശയ്ക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ മക്കളെ രക്ഷിച്ചതിന്റെ ഫുൾ അവകാശം ആരെടുക്കും? മോശ എടുക്കും. അപ്പൊ ഇതിപ്പോ മോശയ്ക്ക് പ്രവൃത്തിയുള്ളൂ, അഹരോനാണ് സംസാരിക്കുന്നത്. അപ്പൊ അഹരോന് അവകാശപ്പെടാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ മോശയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 40 വർഷം രാജകൊട്ടാരത്തില് രാജകുമാരനായിട്ട് വളർന്നു. ആ വളർത്തിയതാരാ? ദൈവം. ഈ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഈ 40 കൊല്ലം നിൽക്കണ സ്ഥലത്ത് അവൻ നിന്നാൽ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. അതെന്താ നടക്കാത്ത? ഞാനും നിങ്ങളും ഈ ആളുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം ഞാൻ നിങ്ങളെ പറയണില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോശരെ പോലെ ജീവിച്ച ഒരാളാണ്. എന്താന്ന് വെച്ചാ ഞാൻ പോലീസുകാരനായിരുന്നു. അപ്പൊ പോലീസുകാരനെന്ന് പറയുമ്പോ പല ആൾക്കാരും പണ്ട് ഞാനൊരു ദിവസം ഒരു 10-20 കൊല്ലം മുമ്പ് ഈ ആബേല് ഞാൻ സ്വസ്ത്ര കാഴ്ച എടുത്തു. അപ്പൊ 2-3 ചേച്ചിമാര് അവിടെ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞേ, എന്താ പറ്റി പോലീസുകാരന്? എന്തോ ഒരു പെശകുണ്ടല്ലോ, സ്വസ്ത്ര കാഴ്ച എടുക്കണത് ഇത്ര നന്നായി ഈ മനുഷ്യൻ. അപ്പൊ ഇത് എനിക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കണ്ട. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് ദേഷ്യം കൊണ്ട് ചോദിക്കല്ല ചേച്ചിയെ, ചേച്ചി പറഞ്ഞ എന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അതല്ല, ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ നശിച്ച് നടക്കണതാണ് ഞങ്ങളൊക്കെ കേട്ടേക്കണത്. അപ്പൊ ഇങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വരണമെങ്കിൽ എവിടെയോ ഒരു തട്ട് കിട്ടണ്ടേ, അല്ലാണ്ട് ഇങ്ങനെ വരില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ദൈവം സംരക്ഷിക്കുന്നുണ്ടാകും. ഞാൻ പോലീസിൽ ജോലി എടുക്കുമ്പോൾ കൂടുതൽ പോലീസുകാരുടെ ജോലി എടുക്കാറില്ല. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ക്യാമ്പിലുള്ളപ്പോൾ ഒരു 8 കൊല്ലം വർക്ക്ഷോപ്പിൽ നിന്നു, അത് കഴിഞ്ഞ് കുറെ കാലം ഡ്രൈവറായി. അപ്പൊ അങ്ങനെ ഒരു ലോകത്തോടെ ഞാൻ സഞ്ചരിച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തട്ട് കിട്ടിയിട്ടല്ല ഞാൻ ഈ സ്വസ്ത്ര കാഴ്ച എടുത്തത്. ഞാൻ 5 കൊല്ലം മുമ്പ് ജോലി വേണ്ടാന്ന് വെച്ച് പോന്നു, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ തിരിച്ച് ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു പണിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ആരോരും പറയുന്നില്ലേ, ഒരു പണിയില്ലാത്തവർക്കുള്ളതാണ് ഈ പ്രാർത്ഥന ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ വന്ന എൻ്റെ ചേച്ചിയെ അങ്ങനെ ഞാൻ വന്ന് പെട്ടതാണ്. അപ്പൊ ഞാൻ മോശയിൽ നിന്ന് മാറിപ്പോകാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-45 കൊല്ലം എനിക്ക് ഈ പുസ്തകത്തിലുള്ള ഒറ്റ ആളുടെ പേരറിയില്ല. ഈ മോശയായിട്ട് ഒരു ബന്ധമില്ല, അഹരോനായിട്ട് ഒരു ബന്ധമില്ല,
ഈ യേശുവായിട്ടും ബന്ധമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ സാക്ഷ്യം പറയാന്ന് ബ്രദർ പറഞ്ഞല്ലോ. നേരം വെളുത്ത ഒരു 9 മണിയാകുമ്പോ ഏതെങ്കിലും ഒരു സഹോദരൻ വിളിക്കും, ജോണാട്ടാ എവിടെയാ? അപ്പൊ എന്ത് ചെയ്യാ? ഞങ്ങൾ ഇവിടെ ഇടുവാ. അപ്പൊ എന്റെ ഭാര്യയും പോലീസുകാരിയാണ്. അപ്പൊ ഭാര്യ ജോലിക്ക് പോവും, മക്കള് സ്കൂളിൽ പോവും. അപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ സാധാരണ എന്നോട് പറയും, നീ ഇവിടെ വെറുതെ ഇരിക്കുന്ന നേരം അവരോടെ പോയി കാണുന്നത്. അപ്പൊ അവര് വിളിക്കുന്നത് ഇന്നും ബ്രദർ വിളിക്കുന്ന പോലെ ധ്യാന കേന്ദ്രത്തിലേക്ക് സാക്ഷ്യം പറയാനല്ല, കൽശാപ്പിരിക്കുക. അപ്പൊ എന്റെ സാക്ഷ്യം പറഞ്ഞത് കൊണ്ട് പറയാം. അപ്പൊ ഇവരുടെ കൂടെ പോയിട്ട് കള്ളു കുടിക്കാൻ കുത്തിയിരിക്കുമ്പോ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞേക്കണത് എന്തിട്ടെന്ന് വെച്ചാൽ, നീ കള്ളു കുടിച്ചോ, നീ എന്നെ മാത്രം പറയാവോ, എന്നെ പറയാവോ? അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുടെ കാര്യങ്ങളാണ് എല്ലാവർക്കും സംശയം അല്ലെ. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മളെ രക്ഷിക്കുന്നു. അപ്പൊ ബ്രാൻഡ് ഷാപ്പിൽ പറയണവരൊക്കെ എല്ലാം ദുഃഖവും സങ്കടം തീർക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കും, നമുക്കറിയാലോ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? എന്നെ വിളിച്ചു കൊണ്ടുപോകുമ്പോ എന്നോട് ദൈവം പറയുന്നത്, നീ ഇവരോട് ദൈവത്തിന് മാത്രം പറയാമോ. അപ്പൊ അന്ന് ഒരു ഇപ്പൊ ഞാനൊരു 10-20 കൊല്ലായിട്ട് ഈ പരിപാടിയൊക്കെ ഈ ജോലി പോയപ്പോ പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചു. അന്ന് എനിക്ക് ആകെ അറിയുന്ന ഒരു വചനാണ് ഏശയ്യ 30:20. നീ എന്നോട് 30:20 തോന്നുന്നു അല്ലെ.